അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഗ്ലോബൽ ഡേ പ്രോഗ്രാമിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് ഹനീഫ് ഹുദവി, ഈ മഹത്തായ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ ഖദീജ CH, പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിച്ച ഡയറക്ടർ സെയ്ദ് ഹുസൈൻ തങ്ങൾ അവറുകൾ, വേദിയിലുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസ്ന മനാഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഖാദർ മാനിയ, ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്യാം പ്രസാദ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, PTA പ്രസിഡൻറ്റ് OP അനീഫ അടക്കമുള്ള രക്ഷിതാക്കളെ, മാനേജ്മെൻറ്റ് സ്റ്റാഫ് അംഗങ്ങളെ, അധ്യാപകന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റെ ഗ്ലോബൽ ഡേ സെലിബ്രേഷനിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഏകദേശം 8 വർഷം മുമ്പ് ഞാൻ സ്കൂളിൽ വന്നിരുന്നു. എൻ്റെ മകള് 3rd സ്റ്റാൻഡേർഡിൽ ഇവിടെയാണ് പഠിച്ചിരുന്നത്. വീണ്ടും അങ്ങനെ ഒരു അവസരം നൽകിയതിന്, ഈ സ്കൂളിൻ്റെ മാറ്റങ്ങൾ കാണാനിടയാക്കിയതിനുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി മാനേജ്മെൻറ്റിനോട് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഞാൻ അന്ന് കണ്ട ഒരു സ്ഥാപനമല്ല ഇന്ന് ഈ സ്കൂള്. വെറും 8 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ സ്ഥാപനത്തിന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കിവിടെ നിന്നും ബോധ്യപ്പെട്ടു. കാരണം ഞാൻ ഒരു പ്രാവശ്യം കണ്ട സ്ഥാപനം എന്ന നിലയിൽ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, ഇതിൻ്റെ വാല്യൂ എഡ്യൂക്കേഷൻ നൽകുന്നതിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത കാസർഗോഡ് ജില്ലയിലെ ഒരു സ്കൂൾ എന്ന നിലയിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് സ്കൂൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അർഹതപ്പെട്ട കൈകളിൽ അതെത്തിയാൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു മാനേജ്മെൻറ്റ് കൂടിയാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്, ഒരു വ്യക്തിയുടെ വിജയമല്ല. എല്ലാവരും ഒത്തുകൂടി വളരെ നല്ല രീതിയിൽ കൂട്ടുത്തരവാദിത്വത്തോട് പ്രവർത്തിച്ചതിൻ്റെ വലിയൊരു ഉദാഹരണമായിരിക്കുകയാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റെ ഒരു മാറ്റം. തീർച്ചയായും ആ മാറ്റത്തിലൂടെ ഒരുപാട് നല്ല തലമുറയെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ കഴിവുകൾ പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പഴയ കാലത്തെ കുട്ടികളല്ല. പഴയ കാലം നമുക്കറിയാം, നേരത്തെ പലരും പ്രസംഗിച്ചതുപോലെ അവസരങ്ങളുണ്ടായിട്ടും അല്ലെങ്കിൽ കഴിവുണ്ടായിട്ടും അവസരങ്ങളില്ലാത്തതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട ഒരുപാട് ജനറേഷൻ നമ്മളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ കുട്ടികളെ വിളിക്കുന്നത് ജെൻസി ജനറേഷൻ എന്നാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ നമുക്ക് മുമ്പിൽ വളർന്നു വരുന്നുണ്ട്. അവസരം ലഭിക്കാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട ഒരു ജനറേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്നും പോയി കഴിഞ്ഞു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് അവസരം ലഭിക്കുന്നുണ്ട്. ഒരുപാട് കഴിവുകളുള്ള അവരുടെ കായിക മേഖലകളിലൊക്കെ പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ കഴിവിന് ഉയരുന്ന രീതിയിലേക്കൊരു പ്ലാറ്റ്ഫോമാണ് ഓരോ സ്ഥാപനവും ഇന്ന് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ GPS ടോക്ക് അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. വലിയൊരു കാര്യമാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ പരിപോഷിക്കുന്നതിന് വേണ്ടി, കുട്ടികളിലൂടെ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി,
കുട്ടികൾക്ക് നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു വാല്യൂ എഡ്യൂക്കേഷൻ നൽകുന്നതിന് വേണ്ടി, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള ഡിസിപ്ലിൻ മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കുട്ടികളിലൂടെ വാർത്തെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഏറ്റവും നല്ലൊരു മാനേജ്മെൻറ്റാണ് സ്കൂളിനെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് നന്മയുള്ള, ഒരുപാട് നല്ല ഗുണങ്ങളുള്ള, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുന്ന ഒരുപാട് തലമുറയെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിനെ കവർന്നെടുക്കുന്നില്ല. നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള വേദിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് ഈ മഹത്തായ ചടങ്ങിന് ക്ഷണിച്ചതിന് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളും നല്ല പരിപാടികളും, നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 വർഷം വെറും 400 കുട്ടികളായിരുന്നു ഇവിടെ പഠിച്ചിരുന്നത്. പക്ഷേ ഇന്ന് മോർ ദാൻ 1000 സ്റ്റുഡൻസാണ് ഇന്ന് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ മാനേജ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഇനിയും ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഒരുപാട് നേട്ടങ്ങൾ ഈ സ്ഥാപനത്തിന് ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിന് എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.